സച്ചി, ഒരു ഡ്രൈവർ എന്നതിനപ്പുറം ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളുടെ ഞാൻ സൗഹൃദം കാണിച്ചിട്ടുണ്ട്. അതെന്റെ ദൗർബല്യമായിട്ട് കാണരുത്. അതുകൊണ്ട് സാർ ഞാനിത്ര സമാധാനപരമായിട്ട് സാറിനോട് സംസാരിക്കുന്നേ. എനിക്ക് സാറിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. എന്നെ എന്റെ കുടുംബത്തെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? അവന്തികാമയുടെ ഇപ്പോഴും പഴയ അവന്തികാമയുടെ തന്നെ, ഒരു മാറ്റവും ഇല്ല. പക്ഷേ ഞാൻ കുറച്ചൊന്ന് മാറി. തീർക്കാനുള്ള കണക്കുകളൊക്കെ കൃത്യമായി തീർത്ത് വാങ്ങാനുള്ള ഓഹരികളൊക്കെ കൃത്യമായിട്ട് വാങ്ങാൻ തന്നെയാണ് എന്റെ തീരുമാനം. സച്ചി, അർച്ചനയും നിന്റെ ഈ നെല്ലിശ്ശേരി തറവാടിന്റെ ഇരുണ്ട ചിത്രമൊക്കെ ഈ യൂണിഫോമിന്റെ ഉള്ളിൽ എന്റെ തലയ്ക്കകത്ത് നല്ല ബോധ്യമുണ്ട്. ഒരു വട്ടം കൂടി ആ ഫയലുകളൊന്ന് പൊടിതട്ടി എടുത്താലോ എന്ന് ഞാനൊന്ന് ആലോചിക്കുക. രാജീവേ, ഇവിടെ വന്നത് ഈ യൂണിഫോമിന്റെ പവർ കാണിക്കാനാണെങ്കിൽ അതങ്ങ് സ്റ്റേഷനിൽ ചെന്ന് കാണിച്ചാൽ മതി. എന്നോട് വേണ്ട. അവന്തിക മാഡം, ഇതൊരു ചീട്ടുകൊട്ടാരമാണ്. നല്ലതുപോലൊരു കാറ്റ് വീശിയ തകർന്നങ്ങ് വീഴും. മേഡത്തിന്റെ കമ്പനിയുടെ ഓഡിറ്റിങ് ഞാനൊന്ന് തുടങ്ങാൻ പോവുക. നെല്ലിശ്ശേരിയുടെ അസ്ഥിവാരം തോണ്ടിയത് മുതൽ അമ്മാവന്റെ അസ്ഥികൂടം കണ്ടെടുത്ത പാറമട വരെ. ഒരിക്കലത് മാന്തി നോക്കാൻ ശ്രമിച്ചതല്ലേ രാജീവേ? എന്നിട്ട് കിട്ടിയതെന്താന്ന് സാറിന് ഓർമ്മയുണ്ടല്ലോ. അന്ന് കിട്ടാത്തതൊന്നും ഇനി കിട്ടാൻ പോകുന്നില്ല. എന്റെ അസ്ഥിവാരം തോണ്ടാനുള്ള ഒരു ഓഡിറ്റിങ്ങും ഇവിടെ ചെലവാവില്ല. കണക്കുകൾ മാറ്റിയുടെ എളുപ്പമാണ് മാഡം, പക്ഷെ ചരിത്രം അത് മായ്ക്കാൻ പാടാ. ഒരറ്റത്തുനിന്ന് കുഴിക്കാൻ തുടങ്ങിയ അവന്തിക അസോസിയേറ്റിന്റെ അസ്ഥിവാരം വരെ ഞാൻ കുഴിച്ച് മാന്തിയും എടുക്കും. ഇവിടെ നിന്ന് മാഡത്തിനെ കൊണ്ടുപോകുന്നതേ സർക്കാർ വാഹനത്തിലായിരിക്കും. ആ സമയത്ത് സുന്ദരമായ മേഡത്തിന്റെ ഈ കൈകളിലെ ഒരു കൈവലം കൊണ്ടാവും. അത് പറഞ്ഞിട്ട് പോകാനാ ഞാൻ വന്നു. കാക്കി എപ്പോഴും കാക്കി തന്നെയാണ് മാഡം, സൂക്ഷിച്ചോ. സച്ചി, ഇയാളിത് എന്നുള്ള പുറപ്പാടാണ്? ഇയാളെ കണ്ട് വലിയ ശല്യമായില്ല. എന്താടോ? എനിക്ക് സാറിനോടൊന്ന് സംസാരിക്കണം. അതിനായിരുന്നോ ഇങ്ങനെ വഴി തെളിഞ്ഞ് മുന്നിൽ കയറുന്നത്? സച്ചി, ഒരു ഡ്രൈവർ എന്നതിനപ്പുറം ഒരു സുഹൃത്തിനോടെന്ന പോലെ നിങ്ങളുടെ ഞാൻ സൗഹൃദം കാണിച്ചിട്ടുണ്ട്. അതെന്റെ ദൗർബല്യമായിട്ട് കാണരുത്. അതുകൊണ്ട് സാർ ഞാനിത്ര സമാധാനപരമായിട്ട് സാറിനോട് സംസാരിക്കുന്നേ. എനിക്ക് സാറിനോട് മാത്രമേ സംസാരിക്കാനുള്ളൂ. എന്നെ എന്റെ കുടുംബത്തെ ശല്യപ്പെടുത്താൻ നിങ്ങൾക്ക് എന്താണ് അവകാശം? ഇനി മേലിൽ എന്റെ പിന്നാലെ വരരുത്. സാർ, ഞാൻ പറയുന്ന കേട്ടാ സാറിന് എന്റെ അവസ്ഥ മനസ്സിലാവും. സച്ചി, എനിക്ക് നിങ്ങളോട് തർക്കിക്കാൻ സമയമില്ല. എനിക്ക് അത്യാവശ്യം ഒരിടം വരെ പോവാനുണ്ട്. സാറ് ഞാൻ പറയുന്ന കേട്ടിട്ട് പോയാൽ മതി. എല്ലാവർക്കും അവരുടേതായ തിരക്കുകളുണ്ട് സാറേ. അതറിയാത്ത ആളൊന്നും അല്ല ഞാൻ. സാറേ, കഴിഞ്ഞ 10 വർഷമായിട്ട് ഞാൻ എന്റെ അർച്ചനെ തെരഞ്ഞുള്ള ഓട്ടത്തില. അവളെ അന്വേഷിച്ച് ഞാൻ ഈ ലോകം മുഴുവൻ തെരഞ്ഞു. ഇനി തിരയാൻ ഒരിടം ബാക്കിയില്ല. ഒടുവിൽ ഞാൻ എന്റെ അർച്ചനെ കണ്ടെത്തിയത് സാറിന്റെ കൂടെയാ. സച്ചി, നിങ്ങൾ തെറ്റിദ്ധരിച്ചിരിക്കുക. അത് നിങ്ങളുടെ ഭാര്യ അർച്ചനയല്ല, അതെന്റെ ഭാര്യ സമൃദ്ധയാ. നിങ്ങൾക്ക് സാരമായ എന്തോ സൈക്കാട്രിക് പ്രോബ്ലം ഉണ്ട്. ഏതെങ്കിലും നല്ലൊരു ഡോക്ടറെ പോയി കാണാൻ. സാറേ, എനിക്ക് പറയാനുള്ള കേട്ടിട്ട് പോയാൽ മതി. താൻ എന്തോടെ കാണിക്കുന്നത്? വണ്ടി എടുക്കണോ? താൻ എന്തേ കാണിക്കുന്നത്? റോഡ് ബ്ലോക്ക് ആവുന്നു.
താന്ന് മാറിക്കേ. സാറേ ദയവ് ചെയ്ത് പോകരുത് സാറേ. എനിക്ക് എന്റെ അർച്ചനെ സമാധാനത്തോടൊന്ന് കാണണം. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം. സർ സർ പ്ലീസ്, എന്റെ അർച്ചനെ എനിക്ക് വിട്ടു തരണം ശ്ശേ. പ്ലീസ് സർ. എടോ മര്യാദയ്ക്ക് താനൊന്ന് മാറി നിൽക്കേ. റോഡ് ബ്ലോക്ക് ആയിക്കൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞില്ലേ എനിക്ക് തന്നോട് സംസാരിക്കാൻ ഒന്നുമില്ല. പ്ലീസ് മാറിക്കേ. സർ സർ പ്ലീസ് സർ. സർ ഞാൻ പറയുന്ന ഒന്നും കേൾക്ക് സർ. എനിക്ക് എന്റെ അർച്ചനെ വേണം സർ. എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം ഇവനൊക്കെ ഇത് പ്ലീസ് സർ. എടാ, താൻ എന്തേ കാണിക്കുന്നത്? സർ എനിക്ക് അവളോടൊന്ന് സംസാരിക്കണം എന്നതാ ഈ കാണിക്കുന്നത്? സാർ. സാർ പ്ലീസ് സാർ, മാറിക്കേ. ഞാൻ സാറിന്റെ കാല് പിടിക്കാം. റോഡ് ബ്ലോക്ക് ആവും. എനിക്ക് അവളെ വേണം സർ. എന്താണോ ഇത്? വഴി കിടന്നാണ് ഈ അഭ്യാസം കാണിക്കുന്നത്. ഇത്രയും വണ്ടികൾ ബ്ലോക്ക് ആയി കിടക്കുന്നത് കാണുന്നില്ല താൻ. സാറേ അങ്ങോട്ട് മാറിയേക്കടോ. താൻ എന്തേ കാണിക്കുന്നത്? ഞാൻ ആരോടും വഴക്കിനൊന്നും വന്നതല്ല. എനിക്ക് ഈ സാറിനോടൊന്ന് സംസാരിക്കണം സാറേ. നടുറോട്ടിൽ മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതെ വേറെ എവിടെയെങ്കിലും പോയി സംസാരിക്കണം. ചേട്ടാ അങ്ങോട്ട് മാറിക്കണം. അത് സാർ വണ്ടി എടുത്ത് വെക്കോ. സാർ വെക്കോ. താൻ അങ്ങോട്ട് മാറി പോലീസ് സാറേ, മാറങ്ങോട്ട്. പോലീസ് സാറേ, എനിക്ക് സംസാരിക്കണം. സാറേ. സാറേ സാർ പ്ലീസ് സാറേ. സാറേ ഇങ്ങോട്ട് മാറിക്കടോ അങ്ങോട്ട്. സാറേ താനിത് അങ്ങോട്ട് പോവാ. എന്നെ വിടാ. സാറേ താനൊന്ന് പോടോ. ഏയ്. സാറേ സാറ് പൊക്കോ. പക്ഷെ എവിടെ പോയാലും ഞാൻ പിന്നാലെ വരും. എന്റെ അച്ഛനെയും മോളെയും തിരികെ കിട്ടുന്നവരെ ഞാൻ പിന്നാലെ തന്നെ ഉണ്ടാവും സാറിന്റെ. ഇവിടെ ഏത് വിടാ മോളെ? അത് അവിടെയാണെന്ന് തോന്നുന്നു ചേട്ടാ. ഗേറ്റിന് മുമ്പിലൊന്ന് നിർത്തിയാൽ മതി. ആ ഇവിടെ നിർത്തിയാൽ മതി. ഇറങ്ങുന്നില്ലേ മോളെ? ആ ഞാൻ വെയിറ്റ് ചെയ്യണോ? ഒരു മിനിറ്റ്, ഞാനിപ്പോൾ തന്നെ വരാം.